കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ചുമതല ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൺവീനർ എന്നുള്ള ചുമതല ഏറ്റെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് ജനങ്ങളെ അണിനിരത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ വിപുലമായി അണിനിരത്തുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പാർട്ടിയിൽ വന്നതിന് ശേഷം പല സന്ദർഭങ്ങളിലും വിവിധ ചുമതലകൾ പാർട്ടി തീരുമാനിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളെല്ലാം സംഘടനാപരമായി, രാഷ്ട്രീയമായി, സത്യസന്ധമായി നടപ്പിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി പ്രവർത്തിക്കണമെന്നുള്ളത്. പാർട്ടി തീരുമാനം ഏറ്റെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിലുള്ള ചുമതല നിറവേറ്റുക എന്നുള്ളത് മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിപരമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും, അത് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളുടെയും നിലപാട് മനസ്സിലാക്കി അതിനനുസൃതമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം കൂടുതൽ ആത്മവിശ്വാസത്തോടെ നടപ്പിലാക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുക. എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണം തേടിക്കൊണ്ട് കേരളത്തിൽ ഒരു കരുത്തുറ്റ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഒരുപാട് വെല്ലുവിളികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ മുന്നിലുണ്ട്. അപ്പോൾ ഒരു വലിയ തിരുത്തൽ ഉദ്ദേശിക്കുന്നുണ്ടോ കൺവീനർ? തിരുത്തൽ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2024 2021 തെരഞ്ഞെടുപ്പിലും ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ നൽകുന്ന വാഗ്ദാനം. ഇത് എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത്. ഇത് കൃത്യമായി നടന്നു വരികയാണ്. തീരുമാനങ്ങൾ എടുത്തു പോവുക എന്നുള്ളത് മാത്രമല്ല, തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതിന്റെ പരിശോധന കൂടിയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ കൈക്കൊള്ളുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തും. ആ പരിശോധനയിലൂടെ കൂടുതൽ ജനങ്ങളെ അണിനിരത്തി ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുക. ഈ പാർട്ടി സംവിധാനങ്ങൾക്കൊരു സമയക്രമമുണ്ട്. മുന്നണി സംവിധാനത്തിന് അങ്ങനെ കാണാറില്ല. കുറെ കൂടി ചിട്ടയായി ഒരു കൃത്യമായ രീതിയിൽ മുന്നണി യോഗങ്ങൾ, ആലോചനകൾ അതുണ്ടാവുകയും പാർട്ടി സംഘടനാ സംവിധാനം പ്രത്യേകം തന്നെയാണ്. പാർട്ടി സംഘടനാ സംവിധാനമാണ് ജനങ്ങളെ അണിനിരത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ചട്ടക്കൂട്. അതിന് സമാനമല്ല മുന്നണി എന്നുള്ളത് ഒരു കൂട്ടായ നേതൃത്വവും കൂട്ടായ തീരുമാനവുമാണ്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് മുന്നണിക്കകത്ത് സ്വീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സമയത്തിനകത്ത് ഏത് സന്ദർഭത്തിലാണോ യോഗം ചേരേണ്ടത് ആ സന്ദർഭത്തിൽ യോഗം ചേർന്ന് ആലോചിക്കണം. അങ്ങനെ പൊതുവായി വരുന്ന വിഷയങ്ങൾ ആലോചിച്ച് നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുക. രണ്ടിനെയും ഒരുപോലെ കാണുന്നില്ല. രണ്ടും രണ്ടായി തന്നെയാണ് കാര്യങ്ങൾ. അതേത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. സർക്കാരും മുന്നണിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഇപ്പൊ കഴിഞ്ഞ 2016-21 ഗവൺമെന്റിന്റെ അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ സർക്കാരും മുന്നണിയും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന ബന്ധമാണ്. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധമാണ്.
ഇതെല്ലാം മെച്ചപ്പെട്ട നിലയിൽ നടന്നു എന്നുള്ളതിന്റെ അംഗീകാരമാണ്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF കൺവീനറായി സ്ഥാനമേൽക്കുന്നൊരു സാഹചര്യത്തിൽ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മുൻപ് വിവിധ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തരം തന്നെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം സംഘടനാപരമായി കൃത്യമായി നടപ്പിലാക്കാൻ തന്നെ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പാർട്ടി ഏറ്റെടുത്ത അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച ഒരു തീരുമാനം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. വ്യക്തി നിലപാട് സ്വീകരിക്കുക എന്നതിലല്ല, എല്ലാ പാർട്ടികളുടെയും ആവശ്യങ്ങൾ കേട്ട് അതിന് കൃത്യമായൊരു നിലപാടെടുക്കുക എന്നുള്ളൊരു ജോലിയാണ് എന്തായാലും ഇനിയുള്ളത്. കാരണം മുന്നണി സംവിധാനവും സർക്കാരുമായുള്ള ബന്ധം ദൃഢമാക്കുക എന്നൊരു വലിയൊരു ജോലി തന്നെ ഉണ്ട്. അതെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ്. എന്തായാലും MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിരുന്നത്, രാജി വെക്കുന്നത്